ഹും. കൽക്കി കൽക്കി കലങ്ങിയോന്ന് ചോദിച്ചാൽ നന്നായിട്ട് അങ്ങോട്ട് കലങ്ങിയിട്ടില്ല എനിക്ക്. പക്ഷേ കലങ്ങിയ ഒരു കാര്യമുണ്ട്. ഒരു 81 വയസ്സുകാരൻ വന്ന് അഴിഞ്ഞാടി ആറാടി പോയിട്ടുണ്ട് കൽക്കിക്കകത്തിൽ. അത് വേറെ ആരുമല്ല, നമ്മുടെ ബിഗ് ബി അമിതാഭ് ബച്ചനാണ്. എൻ്റെ മോനെ, പുള്ളിക്കാരനെ കാണിക്കുന്ന ഒരു സീനൊക്കെ ഉണ്ട് സിനിമയിൽ. അതൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും എന്താണിത്, പുള്ളി ഇങ്ങനെ പുള്ളി സൈഡാക്കാൻ. കാര്യം സാധാരണയുണ്ട് ഒരു ഈ ബോളിവുഡിൽ നിന്ന് അല്ലെന്നുണ്ടെങ്കിൽ മറ്റ് ഇൻഡസ്ട്രിയിൽ നിന്ന് വേറൊരു ഇൻഡസ്ട്രിയിലോട്ട് പോകുമ്പോൾ ഈ ആർട്ടിസ്റ്റുകളെ സൈഡാക്കി വിടുന്നൊരു പരിപാടിയുണ്ട്. പക്ഷേ ഇവിടെ ആദ്യത്തെ കുറച്ച് സീൻസൊക്കെ കണ്ടപ്പോൾ ഞാൻ വെച്ചു ഓക്കെ, പുള്ളിക്കാരനെ വീണ്ടും സൈഡാക്കാനുള്ള പരിപാടിയാണ് എന്നുള്ള രീതിയിലിരുന്നു. പക്ഷെ അവിടുന്ന് അങ്ങോട്ടൊരു കയറ്റമുണ്ട് പുള്ളിക്കാരൻ. ഓഫ്, എൻ്റെ മോനെ, ഫൈറ്റൊക്കെ ഉണ്ടല്ലോ, എജാതി സാധനം. എൻ്റെ ഗൂസ് ബംസ് ഒക്കെ ഇങ്ങോട്ട് വന്നിട്ടുണ്ടല്ലോ. തിയേറ്ററിൽ ഇരുന്ന് നല്ല കീട്ടിലും വിസിലടിച്ച കാര്യം. 81 വയസ്സുള്ളൊരു മനുഷ്യനാണ്. അയാൾ ആ പടത്തിൽ കാണിക്കുന്നൊക്കെ ഉണ്ടല്ലോ, ഓഹ്, ഒന്നും പറയാനില്ല. പിന്നെ പടത്തിൽ ഹീറോ പ്രഭാസ് ആണെങ്കിലും ശരിക്കും പടത്തിൽ സ്കോർ ചെയ്തിരിക്കുന്നത് അമിതാഭ് ബച്ചൻ തന്നെയാണ്. പിന്നെ പ്രഭാസിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ പ്രഭാസിൻ്റെ കുറേ കോമഡികളൊക്കെ ഉണ്ട്. എന്തിനു വേണ്ടി തിളച്ച സാമ്പാറാണെന്ന് എനിക്ക് തോന്നുന്നു പ്രഭാസിനും അറിയത്തില്ല, ഇത് ഡയറക്റ്റ് ചെയ്ത ഡയറക്ടർക്കും നാഗശ്വിനും അറിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. വെറുതെ ഇങ്ങനെ കുത്തിക്കയറ്റി കോമഡിക്ക് വേണ്ടി കുറേ കുത്തിക്കയറ്റി വെച്ചേക്കുന്നു എന്നല്ലാതെ ഒന്നുമില്ല. എനിക്കൊന്ന് ആ സീൻസൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞായിരുന്നെങ്കിൽ പിന്നെയും കുറേ ആ ഫസ്റ്റ് ഹാഫ് കുറച്ച് ലാഗൊക്കെ ഒഴിവാക്കി വിടായിരുന്നു. അത്യാവശ്യം ഫസ്റ്റ് ഹാഫിൽ എനിക്ക് ലാഗ് ഫീൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു ഇൻട്രോയിൽ ബ്ലോക്കുണ്ട്, അടിപൊളി ഇൻട്രോൽ ബ്ലോക്ക്. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് ഹാഫ് എനിക്ക് ഒരു സെക്കൻഡ് പോലും എനിക്ക് ലാഗ് അടിച്ചിട്ടില്ല. സെക്കൻഡ് ഹാഫ് വളരെ മനോഹരമായിട്ട് പോയിട്ടുണ്ട്. പക്ഷേ ഇതാണ് പ്രഭാസിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ ഈ എടുത്താൽ പൊങ്ങാത്ത കുറേ കാര്യങ്ങളാണ്. ഈ പുള്ളിക്കാരന് ബാഹുബലി പോലെ ഇങ്ങനെ ആ ഒരു ലെവൽ റേഞ്ചിൽ ഇങ്ങനെ നിൽക്കുന്ന ഒരാളെ കൊണ്ട് കുറേ കോമഡിയൊക്കെ കാണിക്കുമെന്ന് പറഞ്ഞാൽ അത് വേണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പ്രഭാസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് പ്രഭാസിന് ആ പടത്തിൽ വലിയ റോളില്ലാതായിട്ടാണ്. പക്ഷേ പ്രഭാസിൻ്റെ റോളില്ല എന്നുള്ളത് സെക്കൻഡ് ഹാഫിൽ വരുമ്പോഴത്തേന് പ്രഭാസ് കുറച്ചൊക്കെ പടത്തിലോട്ട് കയറി വരുന്നുണ്ട്. ടെക്നിക്കൽ സൈഡ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ 100 മാർക്കും ടെക്നിക്കൽ കൊടുക്കും. കാര്യം ഇൻഡസ്ട്രി ചെറിയൊരു ഇൻഡസ്ട്രിയാണ്, പക്ഷേ ആ ഇൻഡസ്ട്രിയിൽ നിന്ന് ചെയ്ത് ടെക്നിക്കലി എടുത്തിരിക്കുന്ന ഈ സിനിമയെന്ന് പറയുന്നത് ഹോളിവുഡ് ലെവലിൽ ഹോളിവുഡിനെ വെല്ലുന്ന രീതിയിലുള്ള നല്ല എന്താ പറയുക, ലിമിറ്റഡ് സോഴ്സ്, നമ്മുടെ ലിമിറ്റഡ് ആയിട്ടുള്ള ബഡ്ജറ്റ് വെച്ചിട്ട് വളരെ അടിപൊളിയായിട്ട് ഒരു ഗ്രാഫിക്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ആ ഒരു ലെവലിൽ കാര്യങ്ങളൊക്കെ. പിന്നെ കുറച്ച് ഇംഗ്ലീഷ് പടങ്ങളെയൊക്കെ എനിക്ക് തോന്നുന്നു പുള്ളിക്കാരൻ നമ്മുടെ ഡയറക്ടർ നന്നായിട്ട് ഇംഗ്ലീഷ് പടങ്ങളൊക്കെ കാണുന്നവർ ഇംഗ്ലീഷ് പടത്തിൻ്റെയൊക്കെ ഫാനാണെന്ന് തോന്നുന്നു. കുറേയൊക്കെ പടത്തിൽ നിന്ന് ഇങ്ങനെ അവിടെ ഇങ്ങനെ ചെറുതായിട്ട് ചിരണ്ടി ഓരോന്നിങ്ങനെ ചിരണ്ടി ഇടുന്നുണ്ട്. തിയേറ്ററിൽ 1 ടൈം വാച്ചബിളാണ്. സെക്കൻഡ് പാർട്ട് വരുന്നുണ്ട്. സെക്കൻഡ് പാർട്ടിൽ എനിക്ക് തോന്നുന്നത് ഈ പടത്തിൻ്റെ ഒരു എൻഡിങ്ങിലോട്ട് വരുമ്പോൾ ഒരു ക്യാരക്ടറിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ഉണ്ട്. ഓഹ്, ഒരു രക്ഷയില്ലാത്തൊരു ഇൻട്രൊഡക്ഷനാണ് കേട്ടോ. അത് ഞാൻ സസ്പെൻസ് പറയുന്നില്ല, ക്യാരക്ടറിൻ്റെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് ക്യാരക്ടറാണെന്നൊന്നും പറയുന്നത്. സെക്കൻഡ് പാർട്ടാണ് ആ ക്യാരക്ടറിനെ കൂടുതൽ കാണിക്കുന്നത്. പക്ഷേ ആ ക്യാരക്ടറിൻ്റെ ഇൻട്രൊഡക്ഷൻ അടിപൊളിയാണ്. പിന്നെ നമ്മുടെ ആണ്ടവർ കമലഹാസൻ, പുള്ളിക്കാരന് ചെറിയൊരു സീനേ ഉള്ളൂ. അത് പുള്ളി മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. സോ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു വട്ടം തിയേറ്ററിൽ പോയി കാണണം. OTTയിൽ വന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും ഈ പടം ദഹിക്കത്തില്ല. OTT വന്ന് കണ്ടു കഴിഞ്ഞാൽ ദഹിക്കത്തേയില്ല ഈ പടം, അതങ്ങനെയാണ്. പക്ഷേ തിയേറ്ററിൽ പോയി 1 ടൈം വാച്ചബിളാണ് പടം.